വണ്ടി കോട്ടയത്ത് ലോഡ് ഇറക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ ലോഡ് ഇറക്കാനായിട്ട് പോവാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നാണ്. ആ ബ്ലൂ നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത്. 3 പേരുണ്ട്. ഞാൻ അനിയൻ കാപ്പി. രാവിലെ 8 മണിയായപ്പോൾ വിളി വന്നു. അപ്പം ഇറങ്ങിയതാ. വലിയ കടകളൊന്നും തുറന്നിട്ടില്ല. ഇപ്പം രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല. ഇല്ലടാ, വേണമെങ്കിൽ കഴിക്കണം. ഈ കയറുന്നത് പരുമല പന്നായി പാലം. കഴിഞ്ഞ് സൈക്കിളുമൊക്കെ എത്തി. ഫ്രാൻസിൻ്റെ കൺവെൻഷൻ സെൻ്ററാണ് മാന്നാർ. കടപ്പറ ജംഗ്ഷൻ എത്തി. ഇതാണ് ആശീർവാദിൻ്റെ ലാൻഡ് മാള. സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചാണിത്. നമ്മളീ കയറുന്നത് പുളിക്കീഴ് പാലമാണ്. കൊടിയാടി ജംഗ്ഷൻ എത്തിയിരിക്കുന്നു. കാവുംഭാവം ജംഗ്ഷൻ എടുക്കാറായി. ഇതുവരെ ഒരു ഹോട്ടലോ തട്ടുകടയോ ഒന്നും കണ്ടിട്ടില്ല. ചെറിയ വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങി. ഇല്ലേടാ, അവനവിടെ താഴെ ഇരിക്കുക. ഉറങ്ങുവാണത്. ജസ്റ്റ് മിസ്. സൈഡിൽ പോലീസ് ഉണ്ടായിരുന്നു. ഇതൊരു കാവുംഭാവത്തെ കുഞ്ഞ് തിയേറ്ററാണ്. ഇതാണ് കാവുംഭാവം ജംഗ്ഷൻ. ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇടിഞ്ഞില്ലം കഴിഞ്ഞു. ചങ്ങനാശ്ശേരി ബൈപ്പാസ് കയറാൻ പോകുന്നു. ചങ്ങനാശ്ശേരിയിലാണ് ഉമ്മയുടെ വീട്. വൈകിട്ട് പോയിട്ട് വരുമ്പോൾ അവിടെ ഒന്ന് കയറണമെന്നുണ്ട്.
വഴി പോയി കഴിയുമ്പോൾ നേരെ ആലപ്പുഴ റോഡ്. ഇത് മന്നം സമാധി, NSS സ്കൂള്, ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഡിറ്റോറിയം. പുതൂർ പള്ളി ആർച്ച്, ജുമാ മസ്ജിദ് ആർച്ചാണ്. ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്. ചങ്ങനാശ്ശേരിയിൽ അത്യാവശ്യം തിരക്ക് വന്നു തുടങ്ങി. ചന്ത, ചന്തയിലേക്കും ബോട്ടിയെട്ടിയിലേക്കും പോകേണ്ട വഴിയാണ്. ഇതിനകത്താണ് ചന്ദനപ്പട നടക്കുന്നത്. ഡിസംബർ 20-25 ഇടയ്ക്ക്. ചങ്ങനാശ്ശേരി SP കോളേജ്, ബൈപ്പാസ്. ചങ്ങനാശ്ശേരിക്കുള്ളല്ലേ ബൈപ്പാസ് എൻ്റെ ആണ്. ഭാഗ്യത്തിന് നല്ലൊരു വിഷ്വല് കിട്ടി. ആനയും ആനപ്പാമ്പും കിട്ടി. നമ്മൾ ആനയെ കണ്ടേ. ഇത് തുരുത്തി ജംഗ്ഷൻ. കോട്ടയത്തിന് ഇനി 13 കിലോമീറ്റർ കൂടെ. തുരുത്തി ജംഗ്ഷനിലെ ഓട്ടോച്ചേട്ടന്മാർ ആലിൻ്റെ തണൽ പറ്റിയിരിക്കുന്നു. നമ്മുടെ ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ ഓഫീസാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റ്. ഡാമിൻ്റെ എന്താണ് എന്തെങ്കിലും ആയിരിക്കും അല്ലേ. മഹേന്ദ്രയുടെ ഷോറൂമാണ്. നമ്മുടെ ലോഡറൊക്കെ കഴിയുമ്പം വണ്ടിയും കൊണ്ട് ഇവിടെ വരേണ്ടതാണ്. വണ്ടിക്ക് എന്തോ മിസ്സിങ് കാണിക്കുന്നു എന്ന് വാക്ക് പറഞ്ഞു. അപ്പം അതൊന്ന് കാണിക്കണം. പറ്റുവാണ് ലുലുവിൽ അല്ലേ അബി? പറ്റുവാണ് ലുലുവിലൊന്ന് കയറണ്ടേ? കയറുവാണ് പൊളിക്കാം. നാട്ടകം പോളി അക്കാദമിയിലെ ഒരു വിവാദം സാധാരണ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ.
ലുലു മാൾ. വലിയ തിരക്കൊന്നും ഈ സമയത്ത് കാണുന്നില്ല. കോട്ടയം തുടങ്ങിയ ലുലുവിൽ കയറിയവർ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കോട്ടയം ടൗണ് കയറുന്ന ബൈപ്പാസ് വിട്ട് കിടക്കും. കോട്ടയം ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. ടൗൺ പിടിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞു. ടൗൺ പിടിക്കാതെ ബൈപ്പാസ് വഴി അങ്ങെത്താം. ഓക്കെ, ടൗണ് അങ്ങോട്ട് പോകണം. ഇതിപ്പോൾ ബൈപ്പാസ്. അതുവഴി പോകാം, ഇതുവഴി പോകും. പക്ഷെ എളുപ്പം ഇതുവഴി ആയതുകൊണ്ട് ഈ വഴി പോകുന്നു. നല്ല രസമാണ് ഈ വഴി കാണാൻ. ഇടുക്കനൊരു വ്യൂ ഞാൻ കാണിച്ചു തരാവേ. ചെറിയ കണ്ടം അതിനപ്പുറത്തുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ചെടികൾ കാരണം. കണ്ടവർ കമന്റ് ഇടണേ, കണ്ടു എന്ന്. ഓക്കെ, ഇല്ല ദൂരെ അങ്ങൊരു ചർച്ച് കാണുന്നുണ്ട്. അതിൻ്റെ പേരറിഞ്ഞൂടാ. അപ്പം നല്ലൊരു വ്യൂ ആയതുകൊണ്ട് നിങ്ങളെ കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആ പേരൊന്ന് കമന്റ് ചെയ്യണേ. കുത്തനെ ഉള്ളൊരു കയറ്റം നമ്മുടെ പ്ലഷർ വലിച്ചു കയറ്റുന്നു. ആ ചർച്ചിൻ്റെ അതിൻ്റെ മുമ്പിൽ പേര് കാണും. അത് കണ്ട് ഇവരെങ്ങനെ പറഞ്ഞാലോ എങ്ങനെ? കോട്ടയം കളക്ടറേറ്റ് ആണിത്. അതേ പള്ളി. ഇതിനകത്തൂടെ കയറുമ്പോൾ, ആ വഴിയുടെ അകത്തൂടെ കയറുമ്പോഴാണ് ആ പള്ളി. അപ്പോൾ നമ്മുടെ പേര് ഇവിടെ വീണ്ടും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുക. ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്ത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യണേ. ഇതാണ് കഞ്ഞിക്കുഴി ജംഗ്ഷൻ. കഞ്ഞിക്കുഴിയിലത്തെ കഞ്ഞിക്കലം ഹിപ്സ്റ്റർ പാടിയത് ഈ ബോർഡ് കണ്ടിട്ടാന്ന് തോന്നുന്നു അല്ലേ? ആയിരിക്കാം. 1 മണിക്കൂർ 8:15 തൊട്ട് 9:20. 8:15 മാന്നാറിൽ നിന്ന് ഇറങ്ങി 9:20 ആയപ്പോൾ വലത്തോട്ട് പുതുപ്പള്ളി. ഈ വഴി പോകുമ്പോൾ പുതുപ്പള്ളിയാണ്. നേരെ പോകുമ്പോൾ മണർകാട്. നമുക്കിപ്പോൾ ഈ വഴിയാണ്. നേരെ പോകുമ്പോൾ മണർകാട് പള്ളി. ഏത് വഴി പോയാലും പള്ളിയുണ്ട്. വടവത്തൂർ ജംഗ്ഷൻ. നല്ല അടിപൊളി സീനറിയാണ്. ഇതെന്ത് മരം ആബി? റബ്ബർ മരം കേട്ടോ. എന്തോ
ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് നമ്മൾ MRFിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങളിന്ന് പിള്ളേരെ കൊണ്ട് ഒന്ന് കറങ്ങാനും കൂടെയുള്ള ഒരു ഉദ്ദേശത്തിൽ ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് അകത്ത് വണ്ടി കിടപ്പുണ്ട്. ഗുജറാത്തിൽ നിന്ന് വന്ന ലോഡാണ് MRFിലേക്കുള്ള കെമിക്കൽ. അത് നമുക്ക് ഇറക്കണം. ഇറക്കിയിട്ട് വണ്ടിയായിട്ട് നേരെ മഹേന്ദ്ര ഷോറൂമിൽ പോകണം. കുറച്ച് പണിയുണ്ട് വണ്ടിക്ക്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള അപ്ഡേഷൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കേ. ഇപ്പോൾ നമ്മൾ MRFിൽ വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ ഈ കടയിൽ 2 ചായയും 2 ബോണ്ടയും കഴിച്ചു. ഇതാണ് ഈ കടയിലെ ഓണർ. ചേട്ടൻ്റെ പേരെന്താണോ? ബിജു. നല്ല ചായയും ബോണ്ടായിരുന്നു കേട്ടോ. ശരി എന്നാ പോവാ. തരാ. അപ്പോൾ ഗായ്സ് നമ്മൾ കറക്റ്റ് വെയിറ്റിങ്ങിലാണ്. 10 മണി 9:30 ഇവിടെ എത്തി. ഇപ്പോഴും ലോഡ് ഇറക്കി കിട്ടിയിട്ടില്ല. ഇപ്പം വാപ്പി ഞങ്ങളൊരു ഊണ് കഴിച്ചു. അവിടുന്ന് ഒരു ഊണ് കഴിച്ചു. പിന്നെ അവിടുത്തെ കടയിൽ പോയി ഒരു മുട്ടായും കഴിച്ചു. വെയിറ്റിങ്ങിലാണ്. എന്തായാലും ഒരു അരമണിക്കൂറൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിയുമ്പം ഇപ്പോൾ 1:30 വണ്ടി ഇറക്കി കിട്ടുമായിരിക്കും അല്ലേടാ? അപ്പോൾ ശരി ഏട്ടാ. ഹായ് ഗൈസ്, രാവിലെ വന്നാണ് ഞാനും പിള്ളേരും ഒക്കെ പോസ്റ്റ്. അവിടെ റാമ്പിൽ ഒരുപാട് സാധനങ്ങളുള്ളത് കൊണ്ട് ഇറക്കാൻ പറ്റിയില്ല. MRFിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴാണ് ലോഡൊന്ന് ഇറക്കി കിട്ടിയത്. ഞങ്ങൾ MRFിന് പുറത്തിറങ്ങി. ഇനി കോട്ടയത്ത് ഞങ്ങൾക്ക് മഹേന്ദ്രയുടെ ഷോറൂമിൽ പോകണം. വണ്ടിയിൽ ചെറിയൊരു സർവീസ് പരിപാടിയുണ്ട്. ഓക്കേ. അടിപൊളി ചോറുണ്ടോ? അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ 9:30 ആയപ്പം ഇവിടെ വന്നതാണ്. ഇപ്പോൾ ഇറങ്ങിയപ്പം 3:30. അവർ നല്ല വലിയ സഹകരണമായിരുന്നു അല്ലേടാ മുന്നേ? ഉച്ചയ്ക്ക് നല്ല ക്യാൻറ്റീനിൽ നല്ല ചോറ് ഊണുണ്ടായിരുന്നു. പിന്നെ ഒരു 3 മണിയായപ്പം അവർ നല്ല ചായയും പരിപ്പടയും കൊണ്ട് തന്നു. ഞാൻ അത് കഴിച്ചു. കറക്റ്റ് 3:20 ആയപ്പോഴത്തേനും അവിടുന്ന് വിട്ടു. അവിടെ തന്നെ ഒരു ഷിബുസാർ എന്ന് പറയുന്നൊരു പുള്ളി എനിക്ക് കുറച്ച് മാത്സിൻ്റെ ട്രിക്കും ടിപ്സും പറഞ്ഞു തന്നു. അതൊക്കെ പഠിച്ചു. ഇവനും പഠിച്ചു ഇല്ലടാ? അപ്പൊ സാറ് പറഞ്ഞു ഇവന് മാത്സിന് നല്ല ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ മാത്സ് കിട്ടരുത്, മാത്സ് നോക്കാം. സാറിന്റെ വീട് ഇവിടെ അടുത്താന്ന് പറഞ്ഞു. സാറ് ഇവിടെ 2 വർഷം 35 വർഷം പുള്ളി ഇവിടെ ആയിരുന്നു, ആർമിയിലായിരുന്നു. പിന്നെ ഒരു 3 വർഷം പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 വർഷം ഇപ്പൊ ഇവിടെ MRF കയറി. അങ്ങനെ പരിചയപ്പെട്ടതാണ് ഷിബു സാർ അല്ലേ? ഷിബു സാർ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.